എല്ലാവർക്കും ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്മാവാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്മാവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റി ചൂടാകുമ്പോഴത്തേനും നമ്മൾ റവ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ലൂസ് റവയായതുകൊണ്ട് ഇത് വറുത്തെടുക്കണം. ഇത് വറുക്കാത്ത റവയാണ്. അപ്പോൾ വറുത്ത റവയാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഈ ഒരു കളറാവുന്ന വരെ നമ്മൾ വറുത്തെടുക്കണം. എന്നിട്ട് നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് നമുക്ക് ഈ ചീനച്ചട്ടിയിൽ തന്നെ ഉപ്മാവ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു സവോളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പാത്രം ചൂടാകുമ്പോഴത്തേനും എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വേപ്പിലയൊക്കെ പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഈ സവോളയൊക്കെ വഴറ്റി ഒരു പകുതി വേവാകുമ്പോഴത്തേനും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് സവോള വഴറ്റി വരണ്ട, ഈ ഒരു കളർ ആയാൽ മതി കേട്ടോ. കണ്ടോ, ഈ ഒരു പാകമാകുമ്പോഴത്തേനും നമ്മുടെ റവക്ക് കണക്കായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന റവക്ക് കണക്കാക്കിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കണം. അപ്പം ഞാൻ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഉപ്മാവിനെ. വെള്ളം തിളക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേനും ഞാൻ 2 പിടിയോളം തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറച്ചായിട്ട് റവ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും. അപ്പോൾ എനിക്ക് ഫുൾ റവയും ഇട്ട് കറക്റ്റ് വെള്ളമായിരുന്നേ. അപ്പം നന്നായിട്ട് ഇളക്കി അതൊരു കട്ട പോലെ ഉണ്ടാവും. നമ്മളൊന്നും കൂടി നന്നായിട്ട് തവിക്ക് ഇളക്കി കൊടുക്കുമ്പോൾ വിട്ട് വരും. അപ്പോൾ അത് കറക്റ്റ് പരുവത്തിന് നമുക്ക് ഉപ്മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയും അതുമാത്രമല്ല എളുപ്പത്തിനും ഉണ്ടാക്കാൻ, രാവിലത്തെ തിരക്കിനൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉപ്മാവ്. കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ് കേട്ടോ. ഇതിൽ ക്യാരറ്റൊക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.